Guys, good morning all. Guys, നാടിച്ചിന്റെ ഡേ ആണ് ഗൈസ്. 2-3 ദിവസം മഴയും കാര്യങ്ങളൊന്നും ഇല്ലാതെ വീണ്ടും നല്ല രാവിലെ നല്ല പരന്ന് മഴ പെയ്യുന്നു. ചെടികളെല്ലാം ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോറും ഒക്കെ ഇറക്കി വെച്ചു. അപ്പൂസ് അവൻ ഇന്ന് ക്ലാസ്സില്ല, അപ്പൊ അവൻ ഉറങ്ങോട്ടേന്ന് വിചാരിച്ചു. ഇവിടെ മഴ കണ്ട് ബുദ്ധിപ്പോയി ഏറ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോ ഇന്ന് അപ്പൊ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ വേണ്ടി ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇടിച്ചു പിടിച്ചോ. നല്ല തകർപ്പം മഴ, നല്ല അടിപൊളി മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. അതിക്കോട്ടാ ചോക്കടിക്കട്ടെ ഏട്ടാ, ചോക്കടിക്കട്ടെ ഏട്ടാ. ഓടി വന്നാ നിർത്തി. അപ്പൊ ഇന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മള് ആദിസിനെ അങ്ങനെ നമ്മള് പ്ലേ സ്കൂളിൽ നിന്ന് കിൻഡർ ഗാർഡനിലേക്ക് ആക്കാണ്. അപ്പൊ ഇന്നോട്ട് അവൻ കിൻഡർ ഗാർഡനിൽ പോവാണ്. അതെ, അപ്പൊ അവന് യൂണിഫോംസ് ഉണ്ട്. കറക്റ്റ് സ്കൂളിലേക്ക് പോണ സമയത്ത് മഴ പോലെ എല്ലാ കൊല്ലം വേണ പോലെ 2-3 ദിവസമായിട്ട് മഴ ഉണ്ടാകുന്നില്ല. അപ്പൊ ആദ്യം സ്കൂളിൽ പോണ ദിവസം മഴ. അപ്പൊ ഇന്ന് അപ്പൂസിന് മുടക്കാനുണ്ട്. അപ്പൂസിന് 2 ദിവസമായിട്ട് ക്ലാസ് തുടങ്ങി. ഇന്ന് മുടക്കാണ്. പ്രശ്നക്കാരുടെ എൻട്രി ഡേ ആണല്ലേ, പ്രവേശനോത്സവം. അപ്പൊ നമ്മുടെ ആദ്യയിലേക്ക് ഗാർഡനിലേക്ക് പോകുന്ന ദിവസമായിട്ട് നമുക്ക് യൂണിഫോം ഒക്കെ കാണിച്ചു തരാട്ടാ. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. അവൻ വലുതാകുമ്പോ അവനക്ക് ഗാർഡനിലേക്ക് പോകണം, കാണാലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ. നമ്മുടെ ഇൻസ്റ്റാ പേജൊക്കെ ഫോളോ ചെയ്യുന്നില്ലേ, താടിയമ്പുട്ട് ഒഫീഷ്യൽ ഫോളോ ചെയ്യുക. ഫേസ്ബുക്കും താടിയമ്പുട്ട് ഒഫീഷ്യൽ ഫോളോ ചെയ്യുക. പിന്നെ എൻ്റെ ഒരു ചാനലും കൂടി ഉണ്ട്, താടിയമ്പുട്ടും ടോക്സ്. അപ്പൊ നമ്മുടെ ആദ്യം ഇവിടുന്ന് ഞാൻ ഓഫീസിൽ പോകുമ്പോ അതിന് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകും. വൈകുന്നേരം ഞാൻ രണ്ടാളെയും കൊണ്ടുപോകാം. രണ്ടാളെ വിച്ചനെ കൊണ്ടുപോവാ. വൈകുന്നേരം ഞാൻ പോയി എടുക്കും, രണ്ടാളും അങ്ങനെയാണ് ചെയ്യുക. ആദ്യക്ക് 4 മണി 4-5 മണി വരെ ഉണ്ടാവൂല്ലേ? 4 മണി ടൈം. നമ്മളെ അപ്പൂസിനെ വിടുന്ന സമയം 4:40 വിടുക. അവിടെ എല്ലാം ഉണ്ട്. പ്രീ സ്കൂൾ നമ്മൾ അന്ന് കഴിഞ്ഞ ആദ്യയുടെ വീഡിയോയിൽ LKG UKG എല്ലാ സെക്ഷനും ഉണ്ട്. അപ്പൊ ആദ്യം ആൽഫബറ്റ്സും നമ്പേഴ്സും അതുപോലെ എല്ലാതും അവനറിയാം, ഓറലായിട്ട് ചെയ്യാറിയാം. അപ്പൊ ഇനി എഴുതണ്ടേ, അപ്പൊ എഴുതാനായിട്ട് പഠിപ്പിക്കുന്ന സെക്ഷൻ കിൻഡർ ഗാർഡൻ അല്ലേ. അപ്പൊ നമ്മള് കിൻഡർ ഗാർഡനിലേക്ക് മാറ്റാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിവിടെ പിടിച്ചിരുത്തി എഴുതുമ്പോ അവന് കുറച്ചു നേരം എഴുന്നേറ്റ് ഓടുക. അവിടെ ആകുമ്പോ ടീച്ചർമാര് എന്ത് പറഞ്ഞാലും അവ അനുസരിക്കും. അപ്പൊ അത് കാരണം കിൻഡർ ഗാർഡനിലേക്ക് ആക്കാന്ന് കരുതി. പിന്നെ KG കഴിഞ്ഞ് അടുത്ത വർഷമൊക്കെ ആക്കുള്ളൂ. അപ്പൊ കിൻഡർ ഗാർഡൻ ആക്കാന്ന്. അപ്പൊ യൂണിഫോം ഒക്കെ ഇട്ട് പോകാൻ എന്റെ ദൈവമേ, യൂണിഫോം ഇടുമ്പോ എന്താ സ്വന്തം ആയിട്ട് അവന്റെ ഡ്രസ്സ് കൂളി കഴിഞ്ഞാൽ അവൻ തന്നെ എടുക്കണം. നമ്മൾ എടുത്ത വെച്ച ഡ്രസ്സൊന്നും അവൻ ഇടില്ല. അവനെടുത്ത് കാണിച്ചു തന്നെ ഡ്രസ്സ് ഇട്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം ഡ്രസ്സ് ഇടാണ്ട് വേണമെങ്കിൽ പോവാൻ. ഞാൻ എല്ലാ ദിവസവും തലേന്ന് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കും. പിറ്റേ ദിവസത്തേക്ക് 2 ഡ്രസ്സ് കൊടുത്തയക്കണം. ഒന്ന് അവിടെ നിന്ന് ഈവനിങ് ചേഞ്ച് ചെയ്യാള്, പിന്നെ രാവിലെ ഇടാനുള്ളത്. പ്ലേ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയായിരുന്നു. ഇവിടെ രാവിലെ ഇടാൻ പോണ സമയത്ത് അവൻ അൽമാരിൽ പോയി അവൻ എടുക്കണം. നമ്മൾ എടുത്ത് വെച്ചൊന്നും അവൻ ഇടില്ല. പക്ഷെ അവിടെ ടീച്ചർ ബാഗിൽ നിന്ന് എടുത്ത് ഇടിച്ചു കഴിഞ്ഞാൽ ഇവിടെ അവ ഇടാണ്ടിരിക്കുന്നതാണ് അവിടെ ടീച്ചർ പറഞ്ഞാടും. അപ്പൊ അല്ല അവിടെ അവരെല്ലാ പിള്ളേരുടെ കൂടെ ആകുമ്പോ ചെയ്യും. ഇവിടെ നമ്മൾ പറയുമ്പോ നമ്മുടെ അടുത്തൊരു വേഷം കെട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഒരു പേടി, യൂണിഫോം ഉണ്ടായി എന്തായിരിക്കും സ്ഥിതി. ഇന്ന് തൊട്ട് എല്ലാവരും അവിടെയുള്ള കിൻഡർ ഗാർഡനിലുള്ള എല്ലാവരും ഈ യൂണിഫോം ആയിരിക്കും. അതെ, നല്ല യൂണിഫോമാണ് കേട്ടാ. നമ്മൾ ഇടുമ്പോ ഇട്ടിട്ട് കാണിച്ചത് നല്ല രസമുണ്ട്. അവനെ ആദ്യമായിട്ട് ഞങ്ങള് യൂണിഫോമിൽ കാണാൻ പോണതിന്റെ ഒരു ത്രില്ലാണ്. അപ്പൊ നമ്മുടെ എല്ലാ ആദ്യത്തെ ഓർമ്മകളും ആദ്യം ജനിച്ചപ്പോ മുതലേ ജനിക്കുന്നതിന് മുന്നേ താരാണ് അവൻ. അപ്പൊ അവന് വലുതാകുമ്പോ കാണാലോ. അപ്പൊ അങ്ങനെ ചേട്ടന്റെ +1-ന്റെയും +2-ന്റെയും ഒക്കെ എടുത്ത പോലെ തന്നെ അനിയന്റെ കിൻഡർ ഗാർഡൻ തൊട്ട് എടുക്കാന്ന് കരുതി നമ്മള്.
ഇത് കുട്ടി വീഡിയോ ആണ്. അപ്പൊ ഇനിയിപ്പോ പോവാനുള്ള കാര്യങ്ങൾക്ക് അവന് ഇനി ഫുഡ് കൊടുക്കാൻ പോവാ. അവന് ചായ വെച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് ഫുഡ് കൊടുക്കണം. അത് കഴിഞ്ഞ് അവന് കാലത്ത് അവൻ പ്രത്യേകിച്ച് വേറെ ഒന്നും കഴിക്കില്ല. ചിലപ്പോ പഴവും ചിലപ്പോ ദോശയാവും. അപ്പൊ അങ്ങനെ കഴിക്കുക. അവിടെ നിന്ന് ചെന്ന് കഴിഞ്ഞ് ടീച്ചർമാര് കൊടുക്കും. നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന സാധനങ്ങള് ഇവിടെ നിന്ന് കൊടുക്കുന്ന എന്തുണ്ടെങ്കിലും അവിടെ ചെന്നാ കൊടുക്കും. നമ്മള് സ്നാക്ക് ബോക്സില് രാവിലേക്ക് നമ്മളിവിടെ എന്ത് കഴിച്ചു പോയാലോ അവിടെ റോബസ്റ്റ് പഴോ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചിട്ട് പോകാറെണ്ണം. കഴിച്ചാലും കഴിച്ചില്ലേലും അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ അവര് നമ്മൾ 4 സ്നാക്ക് ബോക്സ് ഞാൻ കൊടുത്തയക്കുന്നുണ്ട്. ഒരെണ്ണത്തിൽ ഫ്രൂട്ട്സ്, ഒരെണ്ണത്തിൽ സ്നാക്ക്, ഒരെണ്ണത്തിൽ ഈ പറയുന്ന പോലെ ലഞ്ച്, പിന്നെ ഒരെണ്ണത്തില് ഈ ദോശയോ മാവോ ഇഡലിയോ പുട്ടോ നമ്മളിവിടെ എന്താക്കണേ വെച്ചാൽ അതാക്കി കൊടുക്കും. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവർ ആദ്യം അതിർത്ത് കൊടുക്കും, അവരിന്ന് കഴിക്കും. അങ്ങനെ അപ്പൊ നമുക്കിനി അവനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മൾ താരം ഇവിടെ നിൽക്കുന്നുണ്ട്. സ്കൂളിലൊന്നും പോവാതെ സുഖമായി ഇരിക്കാൻ കഴിവുള്ള ഒരാളാണ് ഇനി നിൽക്കുന്നത്. ഇങ്ങനെ മഴ കാണുക, പാപ്പ ചിഞ്ഞാ കേക്ക. ഹായ് പഞ്ഞ ചിമ്പ, ഹായ്. അയ്യോ ഓമനാണ്ടിക്ക് ചിമ്പുനെ കണ്ടിട്ട് ഇഷ്ടായിട്ട് ചിമ്പു കൂട്ടന്നെ കുറ്റുപോയിനെ. അപ്പൊ നമ്മള് ആദ്യക്ക് ചായ കൊടുക്കാം, പാപ്പം കൊടുക്കാം. ഞങ്ങൾ ഈ മഴയൊക്കെ കണ്ട് ചായ കുടിക്കാന്ന്. ചോറൊക്കെ റെഡിയാക്കിണ്ട്. നാളെ മഴ 2-3 ദിവസമായിട്ട് മഴയൊന്നും പെയ്തില്ല. ജൂൺ തുടങ്ങിയ കാലാവസ്ഥ കേന്ദ്രം ഇവിടെ പറഞ്ഞു കാലവർഷം നാളെ എത്തുന്നു പറഞ്ഞ അന്ന് തൊട്ട് മഴ പെയ്തിട്ടില്ല. ചെടികളൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് കാണിച്ചു ഇന്നാണ് മഴ പെയ്തത്. ഇതും വലിയ മഴയാന്ന് പെയ്യാൻ പറയാൻ പറ്റില്ല. കാരണം ഇതിപ്പോ നിക്കും ചിലപ്പോ ആകാശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പൊ കൈസ ഇനി നമുക്ക് ആദ്യം ഇതിലേക്ക് കിടക്കാം. കുറുമ്പാൻ ലൈറ്റുകൾ മൊത്തം ഇടുക, എല്ലാ സ്വിച്ചും ഇടുക, എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ പ്രവർത്തിപ്പിക്കുക. ഇതൊക്കെയാണ് അവന്റെ പണി. യൂണിഫോം ഇടുമ്പോ കയ്യോ ചായ തരാ ക്യാമറ വന്നപ്പോ കുട്ടിപ്പോയി. ഒരാള് മുടക്കുള്ള ദിവസത്തെ ഒരാള് അവന് അടിച്ച് ചായ കുടിച്ച ചായയൊക്കെയാണ് ഇഷ്ടം. പൊന്നുന്റെ പോലെയാണ്. പാല് കൊടുക്കാൻ നോക്കി ചില സമയങ്ങളെ കുടിക്കുള്ളൂ, അല്ലാതെ കുടിക്കില്ല. അവനൊക്കെ ചായ കുടിക്കില്ല. നമ്മൾ അത് കൊടുക്കണം. ചായ കൊടുക്കണത് പൊട്ടയാണ് ശരിക്കും. പക്ഷെ നിങ്ങൾക്ക് ചായ മതി. പാലിന്റെ അംശത്ത് ചെല്ലണ്ടേ. നമ്മുടെ മൂച്ചു കുടിച്ചിട്ടുണ്ട്. മൂച്ചുകുറ്റാമ്പി നമ്മുടെ ഏഞ്ചൽസ് ഇവിടെ ഉണ്ട്. ആയ് ആയ് 2 ആള് ചത്തൂല. പിങ്ക് കളറും പച്ചയും 3 ആള്. പിന്നെ ഇതിലുണ്ട് വേറെ 2 ആളില്ല. ഇതില് 4 ആള്. ഇതിലില്ല 4 ആളില്ലേ? 2 ആളല്ലോ. 2 ആളല്ലേ? ബ്ലാക്കും വൈറ്റ് അല്ലേ? 4 ആളുണ്ട്. അത് നമ്മൾ അതിലിടാൻ മേടിച്ചല്ലേ. ചെറുതാ അതൊക്കെ. ഏഞ്ചൽ 4 ആളുണ്ട്. ഇതിലെ നോക്കുമ്പോ നല്ല സീനറിയില്ല. മഴ, വാവ് മഴ, ചായ, അന്തസ് മഴ കണ്ടിട്ട് ചായ കുടിച്ചിട്ട് ഒരാള് വരുന്നുണ്ട്. ചായ കുടിച്ചിട്ട് ഗ്ലാസ് തരാം. ഫിനിഷ് ഫിനിഷ്. ടീച്ചർ പറയാ ആദ്യം പറയാ ടീച്ചർ പറയാ ആദ്യമാണ് അതില് പോസ് ഇട്ട് കിടലിനായിട്ടിരിക്കുന്ന ആള് കേട്ടാ. പിന്നെ അല്ല കട തീരെ കുറുമ്പില്ലാത്ത ഒരാളാണ്. അത് നിലത്തേക്ക് വീഴ്ത്തിയിട്ടിട്ട് വന്നിട്ടുണ്ട് കടാ. പറഞ്ഞേ നടക്ക് ഗോ
ഗുഡ് ബൈ. ഗോ ഗോ. ചായ കുടിക്കുമ്പോ ചയറിലൊക്കെ ആഞ്ഞിരുന്ന് കുടിക്കണം അല്ലേ? തന്നെ ചെയ്യും. ആൾക്ക് മനസ്സിലായിന്റെ വീഡിയോ എന്നെ എടുക്കേണ്ടത്. അപ്പൊ അവൻ ഇങ്ങനെ എല്ലാ ദിവസവും ചായ കുടിക്കുമ്പോ ചായ കുടിക്കുമ്പോ നമ്മള് ചയറിലിരുത്തി പഠിപ്പിച്ചതാ. കാരണം അവൻ സോഫയിലൊക്കെ ഇരിക്കുമ്പോ അവിടെ ഇവിടെ തട്ടി മേത്തോടെ ഒക്കെ പോണ കാരണം ചയറിലിരുത്തി പഠിപ്പിച്ചപ്പോ അവൻ പിന്നെ കുടിക്കുന്ന സമയത്ത് ചയർ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് ഇങ്ങനെ നില കണ്ട് ഇങ്ങനെ കുടിക്കും. ഇതാവുമ്പോ അന്ന് ഇതങ്ങോട്ട് തുറക്കും. നമ്മളെടുത്ത ഡ്രസ് അല്ലാണ്ട് ഇതങ്ങോട്ട് തുറന്നിട്ട് പിന്നെ അവന് ഓളിട്ട് കരഞ്ഞ് 2 ജോഡി അടിപൊളിയായില്ല. ഇത് ടീഷർട്ട് ലവ് ഷോ നമ്മൾ ഇട്ടിട്ട് കാണിക്കാം. അവനെ യൂണിഫോം ഇട്ടിട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ അടുത്തില്ല ഞങ്ങള് കുടിച്ചു കഴിഞ്ഞു. അവളുടെ ചായ കൊണ്ട് എനിക്ക് ചായ കൂടി മുട്ടിയ എന്റെ മോൻ തന്നെ. ഈ ഒരു കാര്യം മാത്രം എന്റെ കിട്ടിയിട്ടില്ല. അതാണ് യൂണിഫോം. ഡാർക്ക് ബ്ലൂവും പിങ്ക് റോസും പിങ്ക് നല്ല ഭംഗിയുണ്ടല്ലേ. പിന്നെ സ്പോർട്സ് യൂണിഫോം ആയിട്ട് ചില സ്കൂളിൽ ഉണ്ടാവില്ല. 2 ജോഡി ഉണ്ട്. അതെ. അപ്പൊ ഇത് ഇട്ട് അവനെ കാണാനുള്ള ത്രില്ലാണ് ഞങ്ങൾ. ചേട്ടൻ അതിനേക്കാളും ത്രില്ലാണ് പറഞ്ഞത്. അപ്പൊ ആദീസിനെ കൊണ്ടുപോകാനുള്ള ആദീസിനല്ല നെയ്യ് റോസ്റ്റായിട്ട് ഞാൻ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അവൻ നെയ്യ് ഒഴിക്കാണ്ട് കഴിക്കുന്നുണ്ട്. പക്ഷെ നെയ്യ് ഒഴിച്ച കുറച്ച് നന്നായിട്ട് കഴിക്കും. അപ്പൊ ആദീസിനും ഞങ്ങൾക്കും കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതെ. അപ്പൊ ഇന്നത്തെ ദോശയാണ് കഴിച്ച്. അതെ, തേങ്ങ ചമ്മന്തി. ദോശ ഉണ്ടാക്കണം. ദോശ ചുട്ട് ഞങ്ങൾക്കെല്ലാവരും കഴിക്കാറുണ്ട്. ഉണ്ടാക്കണം. ആദ്യം നെയ്യ് ഒഴിച്ച് നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കും. അതെ. പിന്നെ ഇന്നിപ്പോ അപ്പൂസിന്റെ പാത്രത്തിലാക്കണ്ട, നെയ്യ് റോസ്റ്റ് ഉണ്ടാക്കും. ചൂട് ആദിക്ക് ചോറും. ഞങ്ങളുടെ ഈ ഡൈനിമേ ലൈഫില് രാവിലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പൊ കുറെ പേര് എന്നോട് പറഞ്ഞായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വീഡിയോ ചെയ്തോളൂ എന്നൊക്കെ കുട്ടികൾക്ക്. അപ്പൊ അതൊക്കെ സെപ്പറേറ്റ്, അതായത് വിച്ചുവിന് മുടക്ക് ദിവസമാണ് ശനിയാഴ്ച എടുക്കാം. ശനിയാഴ്ച ആദ്യക്ക് ക്ലാസ് ഉണ്ട്. വിച്ചുവിന് ക്ലാസ് ഇല്ലാത്തപ്പോ അങ്ങനത്തെ ഏതെങ്കിലും ദിവസം എനിക്ക് ക്ലാസ് ഇല്ലാത്ത മുടക്കുള്ളപ്പോ താങ്ക് യു. അപ്പൊ ദോശ ഇവിടെ പറഞ്ഞാളായി തോന്നിട്ട്. ഇവിടെ എന്റെ ചെടികളൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷെ മഴ പോയി ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഇന്ന് മഴ ദിനമായിരിക്കും. അങ്ങനെ നമ്മളെ തൃശ്ശൂര് സുരേഷ് ഗോപി അങ്ങ് എടുത്തു. അതില്ലേ സുരേഷ് ഗോപി നമ്മളെ തൃശ്ശൂര് അങ്ങ് എടുത്തത് നിങ്ങൾ അറിഞ്ഞില്ലേ ഗൈസ്? ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ്. കാരണം കൊല്ലത്ത് നിന്ന് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്നുള്ള ആളാണ് തൃശ്ശൂരിന് വേണ്ടിട്ട്. അപ്പൊ ഇനിയിപ്പോ തൃശ്ശൂർ സ്വന്തമാക്കി കഴിഞ്ഞാൽ ഇനിയും എത്രയോ കാര്യങ്ങൾ പുള്ളി ചെയ്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. തൃശ്ശൂർക്കാരെന്ന നിലയിലുള്ള അഹങ്കാരം ഒന്നും കൂടി വർദ്ധിച്ചു. സുരേഷ് ഗോപി ചേട്ടൻ ഞങ്ങൾക്ക് സ്വന്തം
പിന്നെ എന്താ പറയാ കേന്ദ്രത്തിൽ പോയി ആള് കേന്ദ്രമന്ത്രിയാവും. അപ്പൊ തൃശ്ശൂരിന് ആള് ഒരിക്കലും മറക്കില്ല. തൃശ്ശൂരിന് വേണ്ട എല്ലാ കാര്യങ്ങളും വിളിച്ച് അത്രയും ആഗ്രഹിച്ചു. അതെന്തായാലും ചെയ്യും. കാരണം എന്താണെന്നറിയോ, BJPക്ക് ആകെ കിട്ടിയ ഒരു സീറ്റാണ് കേരളത്തിലെ തൃശ്ശൂര്. അപ്പൊ അവര് പരമാവധി ആളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്യും, ആളും ചെയ്യും. അപ്പൊ അടുത്ത വട്ടം കൂടുതലായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യാനും BJP കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കാനും കിട്ടിയൊരു അവസരമാണ് അവർക്ക്. അപ്പൊ അതുകൊണ്ട് ചെയ്യും അവരത്. 5 കൊല്ലം കുറെ കള്ളന്മാര് ഭരിച്ച് ഈ നാട് കുട്ടിച്ചോറാക്കി ഇല്ലേടോ. അതാണല്ലോ അപ്പൊ അവര് പോയത്. ആളുകള് പൊട്ടന്മാരല്ല, ആളുകൾ തിരിച്ചറിഞ്ഞു. എല്ലാവർക്കും എപ്പോഴും എല്ലാവരും പറ്റിക്കാൻ പറ്റില്ല. അവര് പറഞ്ഞ എന്തായാലും ഇനിയുള്ള 5 വർഷം ഉണ്ടാവും, നമുക്ക് കണ്ടറിയാം. അത് കണ്ടറിയാനൊന്നുമില്ല, അത് അങ്ങനെ തന്നെയാവും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് നോക്കാം. മുരിയുന്നു ഗൈസ്, മുരിഞ്ഞു നെയ്ഗോസ്റ്റ് വരുന്നു ഗൈസ്. എന്തിനാ കുമ്പാറ്റനെ ആദിച്ച ആരവിടെ കുമ്പ് ആരാ ഗൈസ്? യെസ് യെസ്. Adisha good boy? Yes or no? Adisha good boy? Yes or no? Yes. ആരാധീസ് അതാ ഞാന് അടിച്ചാരാ ഞാനാ. ഇത്ര വലിയ കുട്ടീനെ ഡൈപ്പർ ഇടിച്ചു ചോദിക്കരുത്. അല്ല, അവനെ ഡൈപ്പർ ഇടിക്കാറില്ല, നൈറ്റ് ഉറങ്ങുമ്പോ മാത്രമാണ് ഇടുന്നത്. അത് ചില ദിവസങ്ങളിൽ ഇടുള്ളൂ. സ്കൂളിലേക്കോ അല്ലെങ്കിൽ വീട്ടിലോ നിൽക്കുമ്പോ ഇടില്ല. അതുപോലെ അവൻ അപ്പിരുന്നൊക്കെ പറയും ടോയ്ലറ്റിക്കൊക്കെ. ഇപ്പോൾ നമുക്ക് ഡോർ തുറന്ന് വന്ന് ടോയ്ലറ്റിലൊക്കെ ഇരുന്ന് അപ്പിറ്റു. അത് നൈറ്റ് ചിലപ്പോൾ അവർ ഇടക്കിടക്ക് മൂത്രം ഒഴുകില്ലേ, നമ്മളെ എണിപ്പിച്ച് കഴിഞ്ഞാൽ ഉറക്കത്തിൽ നിന്ന് ഇവൻ വാശി പിടിച്ച് എണിക്കില്ല. അതുകൊണ്ട് നൈറ്റ് ഇടിച്ചതാണ്. അത് നമ്മൾ നേരം വെളുത്തപ്പോൾ ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കും. വീഡിയോ എടുക്കുന്ന കാരണം ഞങ്ങൾ രാവിലെ എണീറ്റ വഴിക്ക് അത് ഊരും. അപ്പോൾ അവൻ ഫ്രീ ആയിട്ട് ഒരു കുറേ സമയം നടക്കും. അത് കാരണം ഇത് ഊരി കഴിഞ്ഞ് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവസരം ഇടില്ലല്ലോ, അപ്പോൾ വീഡിയോ എടുക്കാൻ പാടില്ലല്ലോ. അത് കാരണമാണ് ഇത് ഊരാത്തത്. ഇനിയിപ്പോൾ അവനെ കുളിപ്പിക്കുമ്പോൾ അത് ഊരും. അല്ലടാ നടത്താള് ചുരുണ്ട് കിടക്കണു. രണ്ടാൾ അങ്ങട് ചോദിച്ചിന്റെ പോലെ കിടക്കണ് കഴിച്ചു. ഇതിന് ഉറക്കം മാത്രമല്ലോ അല്ലേ? ആ അല്ല ഒന്ന് ചിമ്പ് നോക്ക് കേട്ടോ. ഉറക്കം തന്നെ ഉറക്കം എപ്പോഴും. ആ തൊയിലില്ല, കെടുക്കാനായിട്ട് സമ്മതിക്കില്ല അത് ചിമ്പ്. അപ്പൊ കൂടി ഇപ്പൊ 2 ദിവസമായിട്ട് ഉറക്കം കിട്ടിയ ദിവസമാണ്. ആരിച്ച അങ്ങനെ കൂലി കഴിഞ്ഞ് കുറ്റിപ്പോയ ചിച്ചാണ്. യൂണിഫോം ഇടിക്കാൻ നോക്കിയപ്പോ ഇടണില്ല. ആളതൊക്കെ തന്നെ എടുത്ത് അലമാരിയിൽ കൊണ്ടുവച്ചു അല്ലേ. അപ്പൊ അതിന്റെ പിണക്കത്തിലിരിക്കണ ഞാൻ എങ്ങനെ യൂണിഫോം ഇടിച്ച് കൊണ്ടുപോകും. ആ ചേട്ടൻ എണീറ്റുണ്ട്. ചേട്ടൻ പറയൂ. ഉണ്ണി ഇന്ന് തൊട്ട് കിൻഡർ ഗാർഡനിൽ പോവാണ്. എന്ത് തോന്നുന്നു? അപ്പൂസിന്റെ കയ്യില് ഉണ്ണീന്റെ ഇപ്പൊ കുഞ്ഞൊരു മെഴുതിരി പോലെ ഒരു ഉണ്ണിയായിരുന്നില്ലേ കയ്യില്. കുഞ്ഞ മെഴുതിരല്ല, ചെജിബർ പോലെ. ഇപ്പൊ അപ്പൂസിന്റെ അര വരെ ഉണ്ണി വലുതായി. കിൻഡർ ഗാർഡനിലായില്ലേ. യൂണിഫോം ഇട്ട് കാണാൻ ഉള്ള ഒരു ഇതിലാണ് ഞങ്ങളെല്ലാരും അല്ലേ. കൊണ്ടുവച്ചു. വിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന് കഴിച്ചു കഴിഞ്ഞു അല്ലേ. സിമ്പു കൂടെ കട്ട വെയിറ്റിങ് അപ്പേരെ അടുത്ത്. അപ്പൊ പോവാന്ന് മനസ്സിലായി. അപ്പൊ അപ്പക്ക് കാവല്. എങ്ങനെ ഇനി ഡ്രസ് ഇടിക്കും? ദൈവേ, യുദ്ധമായിരിക്കും യുദ്ധം. അവൻ താഴത്തേക്ക് ഒന്നും ഇടാത്തതുകൊണ്ടാണ് ഞാൻ തലഭാഗം മാത്രമായിട്ട് എടുക്കണേ. ചുമ്പടി യൂണിഫോം ഇടണ്ടേടി. കല്ലിപ്പെന്നെ യൂണിഫോം ചുണ്ടിരി പെന്നായിട്ട് പോവണ്ടേ. ഞങ്ങൾ നീ യൂണിഫോം ഇട്ട് കാണാനെ നിക്കന്നെ. അങ്ങനെ അപ്പൂസ് +2 ആയപ്പോ ഉണ്ണി കിൻഡർ ഗാർഡനിലേക്ക്. എന്താല്ലേ കാലം പോയ പോക്ക്. അവന്റെ സ്കൂളായി തുടങ്ങി.
ഞാൻ ശരിക്കും അവൻ പോകുമ്പോൾ ഞാൻ നിന്റെ ചെറുപ്പം ആലോചിച്ചാൽ നിന്നെ പക്ഷെ നിനക്ക് ഇങ്ങനെ ഭയങ്കര സങ്കടം കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ വാശിയില്ലായിരുന്നു നിനക്ക്, തീരെ വാശിയില്ലാത്തൂടെ. ആ സ്കൂളിലേക്ക് എല്ലാ ദിവസവും മുടങ്ങാണ്ട് പോകണം. ഇപ്പോഴും അതവൻ അങ്ങനെ തന്നെയാണ്. യൂണിഫോം ഇടിക്കാൻ നോക്കിയിട്ട് നടക്കണില്ല. അപ്പം ലാസ്റ്റ് വിച്ച് ബൈക്കുമ്മക്ക് കയറണ പോലെ കാണിച്ചിട്ട് അവിടെ ഇടിച്ചുകൊണ്ടിരിക്കുക. ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഓടി വരും. അങ്ങനെ ഇവിടെ നിന്നിട്ട് ഇടിക്കണേ ഗൈസ്. ഗൈസ് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഇവിടെ നിർത്തി ഇടിക്കണ ഒരു ഗതികേട്. യൂണിഫോമിലാണ് ചിരിക്കാൻ വയ്യ. എന്തൊരവസ്ഥയല്ലേ അത്ര. അമ്പോ ഇതാരാ കിൻഡർഗാർട്ടൻ കുട്ടിയോ? വള്ളി ഉള്ളിലിരിക്കട്. വാവ് ചുണ്ടിരിമോൻ കിൻഡർഗാർട്ടൻ ലവ് സ്റ്റോറി കിൻഡർഗാർട്ടൻ. ആരാം ഭാഷ ബാധിക്കാൻ പത്തിച്ചേടാ ഉണ്ണിക്ക്. വേറെ വഴിയില്ലേ യൂണിഫോം ഇടണ ബൈക്കിന്റെ പഠിക്കാൻ. അമ്പാച്ച രക്ഷിക്കണേ, മാടാവ് രക്ഷിക്കണേ. ആ അച്ഛനും മൂത്തച്ഛന് അച്ഛാ നൗക്കുലേ പോവാന് ഞാൻ കുട്ടി പോയി ആയിട്ട് പഠിക്കണേ. ചേട്ടനും മോറ്റ ചേട്ടന് അപ്പയ്ക്കും മോറ്റ അപ്പയ്ക്ക് മൂക്ക് പൊന്നൂനും മന്നെ പൊന്നൂന് ജിമ്പു ആകെ മോറ്റു. എന്റെ മോൻ കുട്ടി പോയി പഠിച്ചോളൂ ചമ്പാച്ച. എന്റെ മോൻ നല്ല കുട്ടിയായിട്ട് പഠിച്ചോളൂ പഠിച്ചോളൂ. ആദ്യമായിട്ട് പഠിച്ച ഫസ്റ്റ് ടൈമായിട്ട് പഠിക്കാൻ പോവാണ് കുളിച്ച്. അപ്പോൾ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പോൾ അവനെ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാനും കൂടി പോകുന്നുണ്ട്. വിച്ചോടാക്കിയിട്ട് അങ്ങനെ പോവും. അപ്പം ഞാനും പോയി അവനെ പിള്ളേരെ കൂടെയൊക്കെ ഇരുത്തി. ഇത്ര നാളിരുന്ന സ്ഥലത്ത് ആ സ്കൂൾ തന്നെ, പക്ഷെ സെക്ഷൻ വേറെ അല്ലേ. ഫ്രണ്ടിന് ഫോട്ടോ എടുക്കുന്നുണ്ട് ചേട്ടൻ. അപ്പു അപ്പൊ എല്ലാവരും നമ്മുടെ ആദിത്യ കുട്ടന് വേണ്ടി ബ്ലസ് ചെയ്യണം. നല്ല കുട്ടിയായിട്ട് പഠിച്ച് പുതുപോയി ആവാം അല്ലേ. ആദ്യത്തെ ചൂട് വെപ്പാണ് അമ്മയുടെ പെണ്ണിനാണ് ഇല്ല. അങ്ങനെ അമ്പലത്തേക്ക് വന്ന് പ്രാർത്ഥിക്കാൻ വന്നിക്കാണ്. അപ്പോൾ കിടക്കാൻ പറ്റില്ല കേസ്. അവിടെ അടച്ചു. 9 മണി കഴിഞ്ഞു. ഫസ്റ്റ് ദിവസമായി കാരണം അതിനെ 2 സ്ഥലത്ത് കൊണ്ടുപോയി പോയ. ഇനി ഇവിടെ മാതാവിന്റെ അവിടെ കാണാം. എടി അടിച്ചു കൂട്ടേമ്പി
കുറ്റുബോയ് ആയിട്ട് പഠിച്ച് കുറ്റുബോയ് ആവണേ. ഇടുത്തട്ട ചേട്ടനെ ഓടിയിട്ടാണ് ഇന്ന് കഴിപ്പിച്ചിട്ട്. ആ ഉക്കുലി പോവാനോടി. അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഒരു ഡ്രസ്സ്. അപ്പോൾ അതിക്ക് മനസ്സിലാവും. ഞു കാക്ക എവിടെ കാക്ക? അയ്യേ മഴയില്ലേ വയ്യല്ലേ? ഹായ്. ഇവിടെ ഒരു ചെറിയ മാതാവിൻ്റെ കപ്പേളിൻ്റെ ഇതോട്ട ഇവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെയും കയറി പ്രാർത്ഥിക്കാം. കരച്ചിലാണ് സ്കൂളിൽ വീട്ടിൽ പോകാൻ വേണ്ടി ഭയങ്കര കരച്ചിലാണ്. ഹെൽമെറ്റ് ഊരിയ കരയില്ല. അദീറ്റിൻ്റെ പുളി അദീറ്റിൻ്റെ ടീച്ചേഴ്സൊക്കെ യൂണിഫോം ഇടാൻ ഞങ്ങൾ പെട്ട പാട്. എല്ലാവരും അതുപോലത്തെ ശനിയാ. ഇതെന്തപ്പത്? കിൻഡർഗാർട്ടനിൽ പോവാനോ? പഠിക്കാൻ പോവാണോ? നല്ല ഗുഡ് ബോയ് ആയിട്ട് ABCD 1 2 3 ഒക്കെ എഴുതിയോളോട്ടാ. സൂപ്പറായിട്ട് പഠിച്ചോളൂ. അയ്യോ ചേട്ടന് ഇവനെങ്ങനെ കണ്ടിട്ട് അങ്ങോട്ട് സങ്കടം. ചേട്ടന് ഇത്രയും വലുതായി എൻ്റെ മോന്ന്. തുമ്പി കുടിക്കുന്ന പുള്ളിക്കാരൻ ചേച്ചിന് പാപ്പൻ്റെ കളിച്ചോ. കുറി കുട്ടികളുണ്ട്. ബൈ സങ്കടം. ഘടനാണ് അവനെന്തൊരു സ്പെഷ്യലാണെന്ന് തോന്നുന്നു. വീഡിയോ എടുക്കേണ്ട കാരണമാണ് ഞാൻ കൂടെ വന്നത്. അതെ ഇന്ന് പ്രത്യേകത ഉണ്ടല്ലോ. ഇന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ. ഇനി മുതൽ എഴുതി പഠിക്കാൻ പോവല്ലേ, അതിന്റെ ഒരു സങ്കടമായിരിക്കും. ഞാൻ ഹെൽമെറ്റ് വരാണ്ടിരുന്നേ തല അവൻ മുട്ടിക്ക് പിടിച്ച് വലിക്കും ദേഷ്യം വരുമ്പോ. പിന്നെ അവിടെ പിള്ളേരുകളൊക്കെ യൂണിഫോം ആ കളറിൽ. അതെ അതിന് അത് റെഡി ആയോളൂ. മോളിലാണ് ക്ലാസ് വരിക. അതിന്റെ മോളില് ഇന്ത്യക്കാരൻ മോളില്. അപ്പൊ ഗൈസ് ഇനി ഞാൻ നേരെ പോവാണ്. ഞാൻ വീട്ടിൽ പോവാണ്. അതെ അപ്പോ ഇനിയിപ്പോ കൊണ്ടുവരാൻ വരുമ്പോ ഞാൻ കുറച്ച് എടുക്കാം ആ ഭാഗം കൂടിയും. അതുകൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കിൻഡർഗാർട്ടൻ, നമ്മുടെ ആദ്യത്തെ കിൻഡർഗാർട്ടൻ സെക്ഷൻ അവസാനിക്കും. അപ്പൊ നിങ്ങളെല്ലാവരും നമ്മുടെ ആദിസിനെ ബ്ലസ് ചെയ്യുക, വിഷ് ചെയ്യുക. അത് നല്ലൊരു തുടക്കമാവട്ടെ, നന്നായി പഠിച്ചു വരട്ടെ. അപ്പൂസിന്റെ ചെറുപ്പമാണ് ഓർമ്മ വരുന്നത്. പിന്നെന്താ പറയാ, അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇങ്ങനെ യൂണിഫോമിലൊക്കെ ഇനിയിപ്പോ പഠിക്കാൻ പോവാണല്ലോ. അവരുടെ ലൈഫിന് ഇവിടെ അങ്ങോട്ട് കഴിഞ്ഞു. വീട്ടിലുള്ള സമയം കഴിഞ്ഞു. അതിന്റെ ഒരു സങ്കടം അല്ലേ. ഈ വീട്ടിലുള്ളപ്പോൾ മാത്രം. അപ്പൊ ഇനി ബാക്കി വൈകിട്ട് വൈകിട്ട് നോക്കുവാണ്. അതുപോലെ ബാഗ് ഇട്ടിട്ടാ ടീച്ചറുടെ കൂടിയാ ബാഗ് ഇട്ടിട്ടാ വലിയതൊക്കെ നായാ ഉക്കുളി പോവാനോ ഷൂ വയ്ക്കാതാ ഷൂവ് ഗൈസ്. അങ്ങനെ ഇതാ നമ്മളെ ആദിക്കുട്ടൻ കിൻഡർഗാർട്ടനിലായി വലിയ ചെക്കനായി. നമ്മളെല്ലാം ആയ റീന ടീച്ചർ. ടീച്ചറുടെ പേരെന്താ?
ഇത് ഗായത്രി ടീച്ചർ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളതൊക്കെ ആൻറ്റിമാർ. പോകണ്ടേ നമുക്ക് പെപ്പിടാട്ടാ. ഹായ് പഞ്ഞ, ഹായ് ഹായ്. ഇറ്റായ കുളിറ്റായ പഠിച്ചാ തേച്ചിട്ടായ. ശരി.